ഹായ്, ഗുഡ് മോർണിംഗ്. താങ്കളെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. മോസ്റ്റ് വെൽക്കം. ആ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ താങ്കൾ എനിക്ക് വേണ്ടി പറഞ്ഞു തരണം. എന്താണ് നൈമിത്ര എന്ന്, എങ്ങനെയാണ് നൈമിത്ര എന്ന്? താങ്കൾ നൈമിത്രയുടെ ഫൗണ്ടർ നൗഷാദ് ഖാൻ, കോ ഫൗണ്ടർ നൗഷാദ് ഖാൻ, എഡിറ്റ് ചെയ്യുന്നില്ല, കോ ഫൗണ്ടർ നൗഷാദ് ഖാന് പിന്നെ എന്താണ് നൈമിത്രയെക്കുറിച്ച് പറയാനുള്ളതെന്ന് ഒരു 5 മിനിറ്റ് നീളുന്നൊരു വീഡിയോയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ ചുരുക്കത്തിൽ വേണം പറയാൻ, കേട്ടോ, തള്ളി മറിക്കരുത്. അപ്പോൾ പറഞ്ഞു. ആദ്യമേ ചോദ്യം ചോദിച്ച്, അപ്പൊ താങ്കളുടെ തള്ളു മറിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ അതിനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നൈമിത്ര എന്ന് പറയുന്നത് ഒരു 9 വർഷം മുമ്പ് ജനിച്ച ഒരു 2 പേരുടെ തലച്ചോറിൽ ഉദിച്ച ഒരു ആശയമാണ് നൈമിത്ര. വിഷമില്ലാത്ത ആഹാരം, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. വിഷമില്ലാത്ത ആഹാരം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു വൻ ആശയം, അതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ്. പക്ഷെ അത് എവിടെ തുടങ്ങണം എന്ന് പിന്നെ കുറേ കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആണ് നമ്മൾ അച്ചാറിൽ തുടങ്ങുക, പിന്നെ മറ്റുള്ള എല്ലാ ഐറ്റംസുകളിലേക്കും നമ്മളതിനെ നൈമിത്ര വിപുലീകരിക്കുക. കാരണം നമ്മുടെ അന്ന് ഫണ്ട് ഉണ്ടായിരുന്നില്ല. ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സംഭവം അച്ചാറുകളും. അതിനുശേഷം വിപുലീകരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. പക്ഷെ നമ്മളിപ്പോൾ 9 വർഷമായി. പക്ഷെ നമുക്ക് വിപുലീകരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമുക്ക് തുടക്കത്തിൽ ഒരു 3-4 വർഷം കാര്യമായ നമ്മൾ ഹോംവർക്ക് ചെയ്ത അനുസരിച്ച് തന്നെ ഏകദേശം ഒരു 5 വർഷത്തോളം ഹോംവർക്ക് ചെയ്തിരുന്ന അതുപോലെ തന്നെ നമുക്ക് വിപുലീകരിക്കാൻ പറ്റി. പക്ഷെ പെട്ടെന്ന് ചില മാറ്റിമറിച്ചിലുകളും പ്രശ്നങ്ങളും കാരണം നമുക്കതിനെ കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ വിപുലീകരണത്തിന്റെ പാതയിൽ തന്നെയാണ്. ഓരോ ദിവസവും ഐറ്റംസുകൾ കൂട്ടി വരുന്നുണ്ട്. ഇന്നും ചില കാര്യങ്ങൾ ഇവിടെ പരീക്ഷണം ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഓരോ ഐറ്റംസ് നമ്മളെ ചെറിയ ബുദ്ധിയിൽ ഉദിക്കുന്ന ഐറ്റംസുകൾ നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നു. സക്സസ് ആവുന്നില്ലെങ്കിൽ വീണ്ടും പരീക്ഷിക്കുന്നു. അത് സക്സസ് ആവുന്നത് വരെ നമ്മൾ അത് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ടാണ് നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. കസ്റ്റമർ ഒരു ഇടയ്ക്ക് കയറണേ, വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ടാണ്. കസ്റ്റമർ റിവ്യൂ പലപ്പോഴും കസ്റ്റമേഴ്സ് പലരും പറയാറുണ്ട്, വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇരുന്ന് പരസ്യം ചെയ്യുന്നത് കൊണ്ടാണ് ചിലരതും ചീത്തയായിട്ട് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കസ്റ്റമർ റിവ്യൂ, നൈമിത്രയ്ക്ക് കസ്റ്റമർ റിവ്യൂ എന്ന് പറയുന്നത് മോശം, വളരെ മോശവും വന്നിട്ടുണ്ടോ, നല്ലത് മാത്രമാണോ വന്നിട്ടുള്ളത്? ആൾക്കാർ ഈ വാങ്ങിക്കുന്നവർ ചിലർ വാങ്ങിച്ചിട്ട് ചിലർക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല നൈമിത്ര, നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ അവർ പറയും തള്ളി മറിയുകയാണെന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ചൊരു വിശദീകരണം. അതിന് വേറൊരു വശം കൂടെ ഉണ്ട്. അതായത് ഏതൊരു സ്ഥാപനമായാലും ഏതൊരു പ്രസ്ഥാനമായാലും സംഭവം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു പോകാൻ കഴിയില്ല. അതിന് നെഗറ്റീവ് ഒന്നും, അതിൻ്റെ ശരിക്കും പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ടാവും, നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ ആവില്ല. പിന്നെ നെഗറ്റീവ് പറയുന്ന ശരി, അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം, അത് നമ്മൾ മാക്സിമം പരിഗണിക്കുന്നുണ്ട്. അതിന് അങ്ങനെ ഒരു നെഗറ്റീവ് നമ്മളിൽ നിന്ന് ഒഴിവാക്കി വേണം ഇനി പുതിയ ഐറ്റം വരാൻ എന്ന് ചിന്തിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതായത് പറയുന്ന നമ്മുടെ പോരായ്മ നമ്മൾക്ക് പറഞ്ഞു തരുന്നവരെ അത്രത്തോളം പരിഗണിക്കുകയും നമ്മുടെ ആ പോരായ്മ മാറ്റിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് നല്ല റിവ്യൂ തരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമായിട്ട് അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നില്ല. വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഇടുന്നുണ്ടാവും. പക്ഷെ ഒരുപാട് പേര് നമ്മുടെ കസ്റ്റമർ റിലേഷൻ ആയാലും ശരി തന്നെ, നമ്മുടെ പിന്നെ കൊറിയർ സർവീസ് ആയാലും എല്ലാം ഏറ്റവും ബെറ്റർ, അതായത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടൊക്കെ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിൽ ചെറിയ അപാകതകൾ വരാൻ സാധ്യതയുണ്ട്. 1% വരുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ലാതെ ഒരുവിധം ഒരു 90% ആൾക്കാരും ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു ചോദ്യം കൂടി, അപ്ഡേറ്റഡ് ആവണം. നമ്മൾ ഏത് കാര്യത്തിലായാലും, ഫുഡായാലും ഏത് ബിസിനസ് ആയാലും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. മനുഷ്യൻ തന്നെ അപ്ഡേറ്റ് ആവണേ. അങ്ങനെയാണ് മനുഷ്യൻ തന്നെ. ഇപ്പോൾ പഴയ കാലമല്ല, പഴയ കാലത്തിനെ കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നൈമിത്ര എങ്ങനെയാണ് അപ്ഡേറ്റ് ആവുന്നത്, എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതെന്ന് ചുരുക്കി പറയാമോ? ഓക്കെ. അതായത് ഒരു മനുഷ്യൻ ജനിക്കുന്നിടം മുതൽ മരിക്കുന്നിടം വരെ ഒരു വിദ്യാർത്ഥിയാണ് എന്നാണ് പൊതുവേ ഉള്ള ഒരു കാഴ്ചപ്പാട്. അപ്പം അത് മനുഷ്യനിങ്ങനെ ഓരോന്ന് പുതിയത് പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മൾ പ്രാവർത്തികമാക്കണം. അത് നൈമിത്ര അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു കാര്യമായ അപ്ഡേഷനാണ് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ
ഇതുവരെ വരുന്നത് പോലെ അല്ലാത്ത ഒരു അപ്ഡേഷൻ, ഒരു സഡൻ അപ്ഡേഷനാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഫണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ പോലും നമ്മൾ അതിനെയൊക്കെ എല്ലാം ഓവർകം ചെയ്ത് നല്ലൊരു അപ്ഡേഷൻ ഇപ്പോൾ ഉണ്ടാവും. ഇപ്പം പൊതുവേ ബിസിനസ്സുകളൊക്കെ എല്ലാം ഇപ്പം ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ആ ഒരു സമയത്തെ നമ്മൾ നമ്മുടെ അപ്ഡേഷന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിലും പറയാം. എന്തായാലും ഏറ്റവും ബെസ്റ്റ് ഫുഡ് പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ, അതായത് തോന ദിവസം ഇരിക്കാൻ വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ഫുഡ് കളറോ അങ്ങനെ ഒന്നും ചേർക്കാതെ, ഇപ്പം മുളകിനും കാശ്മീരി മുളകിനൊക്കെ ഭയങ്കര വില കൂടുതലാണ്. എന്നിട്ട് പോലും നമ്മൾ കാശ്മീരി മുളക് ചേർക്കേണ്ടടുത്ത് അത് എത്രത്തോളം 1 ഗ്രാം പോലും കുറയ്ക്കാതെ അത്രയും ചേർത്ത് തന്നെയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പം അത് നമ്മൾ തുടരുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ല നമ്മൾക്ക് വേണ്ടത്, പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് വേണ്ടത്. അത് എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഒരു അപ്ഡേഷൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനം എവിടെയാണ് ഷോപ്പ്, എങ്ങനെയാണ് ഷോപ്പ്, എങ്ങനെയാണ് നിങ്ങൾ പിന്നെ അയക്കുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ട് ഇത് ഇന്നത്തെ അവസാനിപ്പിക്കാം. അപ്പം നമ്മുടെ ഷോപ്പ് ഉണ്ടായിരുന്നത് കണ്ണങ്കോട് എന്ന് പറയുന്ന സ്ഥലം, അതായത് നിലമേലിന് അടുത്ത കണ്ണങ്കോട് എന്ന് പറയുന്ന സ്ഥലം, MC റോഡിലാണ് ഷോപ്പ് ഉണ്ടായിരുന്നത്. തിരിച്ചു വന്ന് ഇപ്പം ഷോപ്പ് ക്ലോസ്ഡാണ്. ആ ഒരു ഏരിയ കുറച്ച് റിനോവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ആ ഭാഗത്ത് തന്നെ നമുക്ക് ഒരു 2, 3, 4 മാസം കൊണ്ട് ആ ഭാഗത്ത് തന്നെ നമുക്കൊരു ഷോപ്പ് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം കിട്ടുന്നത് നമുക്ക് കിളിമാനൂർ ടൗണിലാണ്. കിളിമാനൂർ ടൗണിൽ MC റോഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും കിട്ടും. ഏത് പ്രൊഡക്റ്റും നമുക്ക് ഇന്ത്യ മുഴുവനും നമുക്ക് പാഴ്സൽ അയക്കുന്നതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. ഒരു ഡാമേജും ഇല്ലാതെ നിങ്ങൾക്ക് എത്തും. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ അഡ്രസ്സ് തരിക, എന്ത് സാധനങ്ങളാണ് വേണ്ടതെന്ന് പറയുക, നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടുപടിക്കൽ സാധനം. സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? സ്നാക്സ് ഐറ്റംസ് ഉണ്ട്, മിച്ചർ, ചിപ്സ്, എള്ളുണ്ട, അരിയുണ്ട, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പുതിയ ഐറ്റംസുകൾ സ്നാക്സിലേക്ക് തന്നെ വരുന്നുണ്ട്. അതും നമ്മൾ അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സന്തോഷമായി സംതൃപ്തിയോടെ നമ്മുടെ പ്രോഡക്റ്റ് നൈമിത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിൽ ദൈവത്തിനോട് നന്ദി പറയുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കഠിനാധ്വാനത്തിൻ്റെ 9 വർഷങ്ങളാണ് നമ്മൾ താണ്ടിയ പ്രതിസന്ധികൾ, താണ്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ദൈവത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നു. ദൈവവിശ്വാസികളായതുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്നു. എല്ലാവരും ഒപ്പം നിന്നാണ് മുന്നോട്ട് കൊണ്ടുപോയത് ഇത്രയും നാളും. ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നൗഷാദ് ഖാൻ്റെ ഈ നല്ലൊരു ഇൻ്റർവ്യൂവിന് ഫൗണ്ടർ നൗഷാദ് ഖാൻ്റെ നല്ലൊരു ഇൻ്റർവ്യൂ. പലരും ചോദിക്കാറുണ്ട്, മുതലാളി നൗഷാദ് ഖാനാണോ, ദീദയാണോ മുതലാളി? അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. ഒരു കൂട്ടായ ഒരാളില്ലാതെ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നൗഷാദ് ഖാൻ ഇല്ലാതെ നൈമിത്ര ഇല്ല, ദീപ ഇല്ലാതെ നൈമിത്ര ഇല്ല, ദീദ ഇല്ലാതെ നൈമിത്ര ഇല്ല, അമ്മ ഇല്ലാതെ നൈമിത്ര ഇല്ല. അപ്പോൾ നമ്മളെല്ലാവരും, പിന്നെ ഈ കസ്റ്റമേഴ്സ് ഒരുപാട് പേര്, എത്ര പേരാണെന്നറിയാമോ നമ്മളെ ചേർത്ത് പിടിക്കുന്നത്? ഇവരാരും ഇല്ലാതെ നൈമിത്ര ഇല്ല അല്ലേ? പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിൽ ആരില്ലെങ്കിലും ഈ ഒരു നല്ലൊരു സംരംഭം ഒരു കാരണവശാലും നിന്ന് പോകരുതെന്നും, അത് ജനോപകാരപ്രദം എന്ന് വേണമെങ്കിലും പറയാം. ഈ ഒരു സംരംഭം നിന്ന് പോകരുത്, തുടർന്ന് പോകണം. നമ്മൾ ആരില്ലെങ്കിലും ഇത് തുടർന്ന് പോകണം എന്നാണ് എൻ്റെ. എല്ലാവരും എല്ലാ കാലവും നിലനിൽക്കില്ല, പക്ഷെ ഈ സംഭവം നിലനിൽക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ പോയി വലിയ വലിയ പ്രതിസന്ധികളിലൊക്കെ ആയതാണ്. ദൈവം എല്ലാം കാണട്ടെ, അറിയട്ടെ. സത്യസന്ധതയോടെ നിന്ന എല്ലാ മനുഷ്യരെയും, നമ്മളിൽ നിന്നും വന്നവരും വേർപെട്ടു പോയവരും നിന്നവരും കൂടെ നിന്നവരും എല്ലാവരെയും സ്നേഹത്തോടെ തന്നെ ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ബൈ.